ഡിസംബറിന്റെ രാത്രികൾ ഏറ്റവും സൗന്ദര്യമുള്ളതായി മാറാൻ ഒരു കാരണം ക്രിസ്മസ് ട്രീകളാണ്. നക്ഷത്രങ്ങളും പുൽക്കൂടുമൊക്കെ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിസ്മസ് ട്രീയും ആ ആനന്ദമാണ് പറയുന്നത്. ആദ്യത്തെ ക്രിസ്മസ് ട്രീ ആരുടേത് എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയരാറുണ്ട്. ചരിത്രത്തിൽ പലതരം ഉത്തരം അതിനുണ്ടെങ്കിലും ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഉത്തരം ഇതാണ്. വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവായ ആൽബർട്ട് രാജകുമാരനാണ് 1840 ഇംഗ്ലണ്ടിൽ ക്രിസ്മസ് ട്രീ അവതരിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ഉള്ളത്. എന്നാൽ ക്രിസ്മസ് ട്രീ എന്ന പാരമ്പര്യം തുടങ്ങി വെച്ചതിന്റെ യശസ് ജോർജ് മൂന്നാമന്റെ ജർമ്മൻകാരിയായ ഭാര്യ ഗുഡ്കിൻ ഷാർലറ്റിനാണ്. 1800 ഡിസംബറിൽ വിൻസറിലെ ക്വീൻസ് ലോഡ്ജിൽ അവർ ആദ്യത്തെ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു. എന്നാൽ ഷാർലറ്റ് രാജ്ഞിയുടെ നാട്ടുകാരനും മതപരിഷ്കർത്താവുമായ മാർട്ടിൻ ലൂഥറാണ് ക്രിസ്മസ് ട്രീ കണ്ടുപിടിച്ചതെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. 1536 ഒരു ശീതകാല രാത്രിയിൽ വിൻറ്റൻബർഗിലെ തന്റെ വീടിനടുത്തുള്ള ഒരു പൈൻമരക്കാടിലൂടെ നടക്കുകയായിരുന്നു ലൂഥർ. പെട്ടെന്ന് തലയുയർത്തി നോക്കിയപ്പോൾ മരക്കൊമ്പുകൾക്കിടയിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആഭരണങ്ങൾ പോലെ തിളങ്ങുന്നത് കണ്ടു. ഈ അത്ഭുതകരമായ കാഴ്ച ആ ക്രിസ്മസിന് തന്റെ വീട്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ച സരളവൃക്ഷം സ്ഥാപിക്കാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. രക്ഷകൻ വന്ന നക്ഷത്ര നിബിഡമായ ആകാശത്തെക്കുറിച്ച് തന്റെ കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. 1605 ആയപ്പോഴേക്കും ദക്ഷിണ ജർമ്മനിയിൽ ട്രീ വ്യാപകമായി പ്രചരിച്ചു. അവിടെ നിരവധി അലങ്കരിച്ച ക്രിസ്മസ് മരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. യുണൈറ്റഡിൽ സ്ട്രാസ്ബർഗിലെ നിവാസികൾ ക്രിസ്മസ് ട്രീകൾ തങ്ങളുടെ ഭവനങ്ങളിൽ തീർത്തു. 1761 മെക്ലൻബർഗ് സ്ട്രെലിറ്റസ് വിട്ട് ജോർജ് രാജാവിനെ വിവാഹം കഴിക്കാൻ ഇംഗ്ലണ്ടിലെത്തിയ ഷാർലറ്റ് രാജ്ഞി ക്രിസ്മസിന് തന്റെ നാട്ടിലെ പല ആചാരങ്ങളും ശീലങ്ങളും ഇവിടെയും നടപ്പാക്കി. ഷാർലറ്റ് രാജ്ഞി വിൻസർ കാസിലോ തന്റെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ മുറിയിൽ ഒരു ട്രീ സ്ഥാപിച്ചു. പരിചാരികമാരായ സ്ത്രീകളും ഷാർലറ്റിനൊപ്പം കൂടി. അവർ മെഴുകുതിരികൾ കൊളുത്തി കരോൾ ഗാനങ്ങൾ ആലപിച്ചു. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പ്ലേറ്റ്, കളിപ്പാട്ടങ്ങൾ, മധുര പലഹാരങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ വിതരണം നടത്തി. ഇക്കാര്യം പ്രഭുക്കന്മാർക്കിടയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ശേഷം 1800 ആദ്യത്തെ തനതായ ഇംഗ്ലീഷ് ക്രിസ്മസ് ട്രീ UK ഉയർന്നു. ആ വർഷം ഷാർലറ്റ് രാജ്ഞി വിൻസറിലെ എല്ലാ പ്രധാന കുടുംബങ്ങളിലെയും കുട്ടികൾക്കുമായി ഒരു വലിയ ക്രിസ്മസ് പാർട്ടി നടത്താൻ തീരുമാനിച്ചു. അതുവരെയുള്ള ഒറ്റ മരക്കൊമ്പിന് പകരം ഒരു മുഴുവൻ മരം ഒരു പാത്രത്തിൽ നട്ടുപിടിപ്പിച്ചു. ആ മരത്തിൽ പഴങ്ങളും കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും കെട്ടിയിട്ടു. ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം വീട്ടിലെത്തിയ കുട്ടികൾ ഈ അലങ്കരിച്ച വൃക്ഷം കണ്ട് ആഹ്ലാദഭരിതരായി. അവർക്കതൊരു മാന്ത്രിക മരമായി തോന്നി. അതോടെ ഈ ക്രിസ്മസ് ട്രീകൾ ഇംഗ്ലീഷ് പ്രഭു കുടുംബങ്ങൾക്കിടയിൽ വലിയ അഭിനിവേശമായി മാറി. 1802 ഡിസംബറിൽ കെനിയൻ പ്രഭു ഇത്തരം ഒരു ട്രീ വാങ്ങി. ലണ്ടനിലെ ലിങ്കൺസ് ഇൻഫീൽഡ്സിലെ നമ്പർ 35 തന്റെ ഡ്രോയിങ് റൂമിൽ വെക്കാനായിരുന്നത്രേ. 1804 ബ്രിസ്റ്റോളിലെ 5ാമത്തെ പ്രഭുവായ ഫെഡറിക് തന്റെ കുട്ടികൾക്കായി സഫോർക്കിലെ ഇക്വർത്ത് ലോഡ്ജിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. 1818 ഷാർലറ്റ് രാജ്ഞി മരിക്കുമ്പോഴേക്കും ക്രിസ്മസ് ട്രീ എന്നത് ആ സമൂഹത്തിന്റെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. 1820കളിലും 30കളിലും അത് വ്യാപകമായി പ്രചരിച്ചു. 1840 ഡിസംബറിൽ ആൽബർട്ട് രാജകുമാരൻ തന്റെ ജന്മനാടായ കോബർഗിൽ നിന്ന് നിരവധി സ്പ്രൂസ് സരളവൃക്ഷങ്ങൾ ഇറക്കുമതി ചെയ്തപ്പോൾ പ്രഭുവർഗത്തിന് അവ പുതുമയായിരുന്നില്ല. 1860ഓടെ ക്രിസ്മസ് ട്രീ ഒരുക്കാത്ത ഒരു കുടുംബവും അന്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്രിസ്മസ് ട്രീകൾ ലോകമെമ്പാടും പടരുകയായി. ഇപ്പോഴും ലോകത്തിലെ എല്ലാ കോണുകളിലും യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി വിളിച്ചോതി നമുക്ക് ആനന്ദം പ്രദാനം ചെയ്ത് ആ മരം പ്രകാശപൂരിതമായി നിൽക്കുന്നു.